Meet the editors. കേസുകളിൽ ഇരട്ടത്താപ്പോ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസ് ഇന്ന് രാവിലെ മുതൽ കണ്ടതാണ്. പുലർച്ചെ 6 മണിക്കൊക്കെ എൻ സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യാനായി പോലീസ് എത്തുകയാണ്. പിന്നെ അവിടെ ഒരു ഭയങ്കര കോലാഹലമാണ്. അത് കസ്റ്റഡിയിലേക്ക് നീങ്ങുന്നു. പിന്നെ നടന്ന പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ രൂപത്തിലാണോ ഇതിനു മുമ്പുള്ള കേസുകളും നമ്മുടെ മുന്നിലുണ്ട്? ഇരട്ടത്താപ്പാണോ കേസുകൾ? നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല പല കേസുകൾ കാണുന്നു. അപ്പം സത്യത്തിൽ കേസുകൾ ഇരട്ടത്താപ്പൊന്നല്ല, പുലുവാല് പിടിക്കാനുള്ള 10 വഴികൾ, അല്ലെങ്കിൽ പുലുവാല് പിടിക്കാൻ ഇതാ ഒരു പഠന സഹായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കണം. സ്വയം പുലിവാല പിടിക്കാൻ. സ്വയം പുലിവാൽ അങ്ങനെയാണ്, സ്വയം പോയി ചെന്ന് ഒരു കാര്യമില്ലാതെ പോയി പിടിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു തലക്കെട്ടാണ് ഇതിൽ ചേരുക. കാരണം തൊടുന്നതെല്ലാം അബദ്ധം, ചെയ്യുന്നതെല്ലാം കുളം. ഇതാണ് ഈ 2 വരിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സർക്കാരിനെ കുറിച്ച് പറയാനുള്ളത്. സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങളുടെ ഐശ്വര്യമെന്ന് KPCC ഓഫീസിൽ ബോർഡ് വെക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ എൻ സുബ്രഹ്മണ്യൻ ചുളിവിൽ വലിയ നേതാവാണ്, അദ്ദേഹം സംസ്ഥാന നേതാവാണ്, വലിയ നേതാവുകയും ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള എയർ ടൈം സുഖമായി അവരെല്ലാവരും കൊണ്ടുപോവുകയും ഒരു തവണ കൂടി പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് വീണ്ടും മാധ്യമങ്ങളെല്ലാം തുടർച്ചയായി പ്ലേ ചെയ്യുകയും ചെയ്തു. അവസാനം വിജയശ്രീലാളിതനായി സർക്കാരിനെ വെല്ലുവിളിച്ച് സുബ്രഹ്മണ്യൻ പുറത്തിറങ്ങി പോവുകയും ചെയ്തു. അതാണ് ഇതുകൊണ്ടുണ്ടായ ആകത്തുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരേ ഒരു പൊതുചടങ്ങിൽ പോറ്റിയെ കണ്ടതുകൊണ്ടോ, സോണിയാഗാന്ധിയുടെ ഓഫീസിൽ പോറ്റി 2 തവണ പോയതുകൊണ്ടോ അതൊരു വിഷയമല്ല എന്നുള്ളതാണ്, അതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഞാൻ ഇന്നലെയും അത് പറഞ്ഞു. അതൊരു വിഷയമേ അല്ല, അതൊരു പ്രശ്നമല്ല. അതേസമയം ദേവസ്വം ബോർഡ് മന്ത്രി പലതവണ പോറ്റിയുമായി പലയിടത്ത് വെച്ച് കണ്ടതിൻ്റെ കഥകളും ചിത്രങ്ങളും വരുന്നുണ്ട്. അത് നമുക്ക് വേറെ എടുക്കണം. പക്ഷേ ഇത് രണ്ടും ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ, ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് സ്വയം നടിക്കുന്ന, അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഇടിച്ചു കയറാനൊക്കെ പറ്റും. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. അങ്ങനെ ഇടിച്ചു കയറുമ്പോൾ ആ ചിത്രങ്ങൾ വെച്ച് കഥകളും ഉണ്ടാവും. അതും നിങ്ങൾ പ്രതീക്ഷിക്കണം. ഒരു രാഷ്ട്രീയ നേതാവുമ്പോൾ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ ഉണ്ടാകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുക. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോറ്റി എന്തുകൊണ്ടാണ് അവിടെ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറിയതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം അതിന് വലിയ കാര്യമൊന്നുമില്ലെന്ന്. പക്ഷേ അതൊരു രാഷ്ട്രീയ ആരോപണമല്ല, കൗണ്ടർ അറ്റാക്കാണ്. തിരിച്ച് ഇതുപോലെ തന്നെ പിണറായി വിജയൻ്റെ കൂടെ സെക്രട്ടേറിയറ്റിൽ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പോറ്റി മുഖ്യമന്ത്രിയുടെ ചെവിയിൽ പറഞ്ഞത് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണോ എന്ന് UDF കൺവീനർ പറയുമ്പോൾ UDF കൺവീനർക്ക് അറിയാം ഇതിന് വലിയ കാര്യമൊന്നുമില്ലെന്ന്. അതവിടെ വിടണം. പക്ഷേ അതിന് പകരം ഇന്ന് ചെയ്തത് ചിരിക്കാവുന്ന 2 വകുപ്പുകൾ ചേർത്ത് സുബ്രഹ്മണ്യനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. ആ കേസ് ഒന്ന് 192 BNS ആണ്. അത് കലാപം, ലഹള ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ലഹള ഉണ്ടാക്കിയാൽ അതിൻ്റെ ശിക്ഷ വേറെയുണ്ട്, ലഹള ഉണ്ടാക്കിയില്ല ആഹ്വാനം മാത്രമല്ല അതിന് വേറൊരു ശിക്ഷയുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തേത് കോസിങ് ന്യൂസൻസ് ആണ്, പൊതുശല്യം. അത് കേരള പോലീസ് ആക്ടിലെ 120 ആണ്. ഈ 2 ആക്ട് വെച്ചിട്ട് മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിൽ കണ്ടു എന്നുള്ള സത്യം, അവർ തമ്മിലൊരു പ്രത്യേക ഘട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നുള്ള സത്യം അവിടെ വെച്ച് ഒരു ഫോട്ടോ കൃത്രിമമായി ഉണ്ടാക്കുന്നു. അവിടെ പോറ്റി നാണിച്ച് ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ചിരി കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ആ ഫോട്ടോ. ഈ ഫോട്ടോ വെച്ചിട്ട് ലഹള ഉണ്ടാക്കാൻ ശ്രമം നടത്തി എന്നുള്ള 192 BNS കൊടുത്താൽ കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് കോസിങ് നോയ്സൻസ് എന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിലെ മറ്റൊരു വകുപ്പ്. അതും പൊതുശല്യം എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ വിളിക്കില്ലേ, അതുപോലെ ഇതൊരു പൊതുശല്യമാണ് എന്ന മറ്റുള്ള ഇത് രണ്ടും എടുത്തു വെച്ചിട്ട് എന്തിനാണ്, എവിടെ നിലനിൽക്കാനാണ്? പക്ഷേ അങ്ങനല്ല. ഇനി ഇത് മാത്രമല്ല, ഈ 2 വകുപ്പുകളിലും വളരെ പ്രധാനപ്പെട്ട കാര്യം, കേരള പോലീസിനും സർക്കാരിൻ്റെ നിയമ സംവിധാനത്തിനും അറിയാവുന്ന കാര്യമാണ്, ഇത് ബെയിലബിൾ ഒഫൻസാണ്. എന്ന് വെച്ചാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന കേസാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് നോട്ടീസ് കൊടുക്കണം. ഈ നോട്ടീസ് കൊടുത്താൽ ആ നോട്ടീസ് അയക്ക് ചലഞ്ച് ചെയ്യാനും കോടതി പോകാനൊക്കെ അവകാശമുണ്ട്. ഇത് നോട്ടീസ് പോലും കൊടുത്തില്ല. നമ്മുടെ അറിവിൽ, നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇതുവരെ ഈ 2 ബെയിലബിൾ ഒഫൻസിൽ നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. അതും നിയമനത്തിന് ലംഘനം. അപ്പോൾ പോലീസ് സത്യത്തിൽ വിചാരിച്ചത് ഇത് മൊഴിയെടുത്തിട്ട് പോകാമെന്നാണ്. അതുകൊണ്ടാണ് നോട്ടീസ് കൊടുക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ ഇയാളുടെ സുബ്രഹ്മണ്യത്തിൻ്റെ വീട്ടിലെത്തുന്നത് വരെ ഇത് അറസ്റ്റിനൊരു പരിപാടിയേ ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്ലാൻ മാറുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് KPCCയുടെ ഐശ്വര്യം എന്ന് നമ്മൾ പറയണമെന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു ഫോൺ വരുന്നത് പറഞ്ഞു, എന്തായാലും നിങ്ങളെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ നോട്ടീസ് കൊടുത്ത് അയാൾക്ക് വരാനുള്ള നിർദ്ദേശം കൊടുത്തതിന് ശേഷം അതനുസരിച്ചില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നിലനിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അവിടെ ഇടയ്ക്ക് വെച്ച് വീണ്ടും പ്ലാൻ മാറ്റുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം. ശരി, എന്നിട്ട് എവിടെയാണ് കൊണ്ടുപോകുന്നത്? ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അതിൻ്റെ യുക്തി എന്താണ്? ഈ 2നും യുക്തിയില്ല.
ഒരു തരത്തിലും യുക്തിയില്ലാത്ത രണ്ട് കാര്യങ്ങൾ ചെയ്തു വെക്കുക. കേസ് തന്നെ അബദ്ധം, കോടതിയിൽ നിൽക്കാത്തത്. എന്നിട്ട് അവസാനം എന്തായി? ഇനി ഇത്രയൊക്കെ ചെയ്താലും നോട്ടീസ് കൊടുത്ത് സുബ്രഹ്മണ്യൻ വരാതിരുന്നാൽ സുബ്രഹ്മണ്യത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോയാൽ അവിടെ വെച്ച് സ്റ്റേഷൻ ജാമ്യം കിട്ടും. ഇനി അല്ലെങ്കിൽ കോടതി പോയാൽ അപ്പം തന്നെ ജാമ്യം കിട്ടും. സുബ്രഹ്മണ്യം എന്തായാലും ഇന്ന് ഉച്ച കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും. അപ്പം പിന്നെ എന്തിനാണ് ഇത് ചെയ്തത്? എന്തായിരുന്നു ഇതിൻ്റെ യുക്തി? ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം ആരാണ്? ആ ബുദ്ധി കേന്ദ്രത്തെ നമസ്കരിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ചർച്ച തുടങ്ങാൻ. അപ്പോൾ ഇൻഹറൻ്റ്ലി ഇത് കുളമാകുമെന്ന് അറിയാമായിരുന്നൊരു സംഭവമാണ്. അതാണ് കുളമാക്കിയത്. പോറ്റിയെ കയറ്റി എന്ന പാട്ടിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്? എന്നിട്ട് സമ്മർ സോൾട്ടിൽ കിടന്ന് മറിഞ്ഞ എങ്ങനെയാണ്? ഞങ്ങൾ കേസെടുത്തത് നിയമപരം, പക്ഷെ പിന്നീട് പ്രൊസീഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ രാഷ്ട്രീയം. ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും നൽകിയത്. അതെന്താ? കേസെടുക്കുന്ന സമയത്ത്, കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന സമയത്ത് കേസെടുക്കാൻ തീരുമാനിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പോലീസ് ഏമാന്മാർ ഉറങ്ങുകയായിരുന്നു. സംസ്ഥാനത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും DGP ആസ്ഥാനത്തൊന്നും അറിഞ്ഞിട്ടേ ഇല്ലേ? മുകളിലേക്കാണ് പരാതി പോയത്, മേൽത്തട്ടിലാണ് പോയത്. കേസെടുത്തപ്പോൾ ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അപകടം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിൻവലിച്ചു എന്നതാണ് സത്യം. അപ്പോൾ അന്ന് മുതൽ അവിടെ മുതൽ ഈ കാര്യത്തിൽ ശബരിമലയിൽ തൊടുന്നതെല്ലാം പാളുകയാണ്. എൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നത്തെ അറസ്റ്റിന് ശേഷമുള്ള കോൺഗ്രസിൻ്റെ ഷോ. ഇതെല്ലാം ഇത് ഇന്നിലെ തുടങ്ങിയ സംഭവമല്ല. എത്ര പേരെ ഇതുപോലെ ഫേമസ് ആക്കിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? പണ്ട് ശബരിനാഥിനെ ഇതുപോലെ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ശബരിനാഥിനെ 2022 23 അറസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടന്നു. അതിൻ്റെ ഗൂഢാലോചന നടത്തിയ ശബരിനാഥാണെന്ന് പറഞ്ഞാണ് ശബരിനാഥിനെ അറസ്റ്റ് ചെയ്യുന്നത്. 10 മിനിറ്റ് അത് കഴിഞ്ഞപ്പോൾ ശബരിനാഥിന് ജാമ്യം കിട്ടി ശബരിനാഥ് ഇറങ്ങിപ്പോയി. പിന്നെ ആ കേസ് എവിടെ പോയെന്ന് പോലും അറിയില്ല. തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രകടനം നടക്കുന്നു. ആ പ്രകടനം നടത്തിയതിന് പോലീസ് എടുത്ത കേസിൻ്റെ പേരിൽ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു. അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രൂപത്തിൽ വലിയ നേതാവായ സംഭവം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലോഞ്ച് അവിടെ നിന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാവായി. ഇനി ഇതിലും സില്ലിയായിട്ടുള്ള കേസ് പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ ഏഷ്യാനെറ്റിൻ്റെ അഖില നന്ദകുമാർ കൊച്ചിയിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് SFIയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ആർഷോയ്ക്കെതിരെയാണ്. അപ്പോൾ അവിടെ വേറൊരു സമരം നടക്കുകയാണ്. ആ സമരത്തിനിടയ്ക്ക് ഒരു KSU നേതാവ് വരുന്നു. ആ നേതാവ് ആർഷോയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ലൈവിൽ ഇവർ ആ വാർത്ത മൈക്ക് വെച്ച് കൊടുക്കുന്നു പറയുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഗൂഢാലോചനയ്ക്ക് KSU നേതാക്കന്മാരും അധ്യാപകരും ആ ലൈവിൽ മൈക്കുമായി നിന്ന മാധ്യമപ്രവർത്തകയും കേസിൽ പ്രതിയാണ്. പോലീസ് FIR ഇട്ടു, മുമ്പോട്ട് പോയി. അവസാനം കോടതിയിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വലിയ ബഹളമൊക്കെ ആയപ്പോഴത്തേക്കും കോടതിയിൽ പോലീസ് തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ മാധ്യമപ്രവർത്തകയെ ഒഴിവാക്കുകയാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, തൊടുന്നതെല്ലാം കുളമാണ്. എങ്ങനെ പോലീസിൽ ഒരു കേസ് ഫ്രെയിം ചെയ്യാതിരിക്കാം എന്നുള്ളതിൻ്റെ എത്രയോ മനോഹരമായ ഉദാഹരണങ്ങൾ. ഇപ്പോൾ മറുനാടൻ എന്ന് പറയുന്ന ഓൺലൈൻ മാഗസിൻ്റെ ഷായൻസ് കറിയ ഇപ്പോൾ ശരിയായി കളയും എന്ന് പറഞ്ഞ് എത്ര കേസ് രജിസ്റ്റർ ചെയ്തു? പുല്ലുപോലെ ഊരിപ്പോയില്ലേ? അതിനുശേഷം എത്രയോ കേസുകൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടേണ്ടവരാണെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തവരാണെങ്കിലും ഒരു തരത്തിലുള്ള സെൻസിബിലിറ്റിയും ഇല്ലാതെ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേരള പോലീസ്. അതിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രിയാണ്. ഈ ശബരിമല കേസിൽ കൺട്രോൾ പോയ സർക്കാർ സംവിധാനം എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. ആർക്കൊക്കെയോ ഏതൊക്കെയോ ചങ്ങലയുടെ കണ്ണികൾക്ക് ഭ്രാന്താണ്. ഏത് ചങ്ങലക്കാണെന്ന് നമുക്കറിയില്ല. പക്ഷേ പോലീസ് സംവിധാനത്തിലെ, സർക്കാർ സംവിധാനത്തിലെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. പ്രത്യേകിച്ച് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് ഒന്നല്ല കേട്ടോ, പല മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അതിൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങുകയാണ്. തൊടുന്നതിനെല്ലാം പാട്ടുണ്ടോ, ശരി കേസെടുത്തേരെ, അവനെ എല്ലാം പിടിച്ച് നമുക്ക് ചോദ്യം ചെയ്യാമെന്ന് പറയുക. കുറച്ച് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അത് ചെയ്യരുത്, അബദ്ധമാണെന്ന് പറയുമ്പോൾ ആ അബദ്ധത്തിൽ നിന്ന് പിന്മാറുക. അതിനുശേഷം ഒരു AI ചിത്രം പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ കേസെടുക്കുക. അപ്പം തിരിച്ചൊരു ചോദ്യം ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചു, കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു, രാജു ചന്ദ്രശേഖരനെതിരെ എന്താ കേസെടുക്കാത്തത്? ആ ചിത്രത്തിൽ അതും AI ആണ്, ഇത്രയും ചിരിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയും പോറ്റിയും അടുത്തടുത്തല്ല നിൽക്കുന്നത്. പക്ഷേ രാജു ചന്ദ്രശേഖർ പോസ്റ്റ് ചെയ്ത FB പോസ്റ്റിനകത്ത് അവർ രണ്ടുപേരും അടുത്തടുത്താണ്. അതെന്താ നിങ്ങൾ അപ്പം എന്താ പിടിക്കാത്തത്? അത് നവംബർ 29-ാം തീയതിയാണ്. ഒരു മാസം പോലും ആയിട്ടില്ല. അതിന് കേസെടുത്തിട്ടില്ല. അപ്പോൾ അതിനെന്ത് ന്യായം പറയും? അപ്പം കോൺഗ്രസ് ആരോപിക്കുന്നു നിങ്ങൾക്ക് കോൺഗ്രസ് പിന്നെ പൂട്ടാൻ വേണ്ടി BJPയും CPMും ഒരുമിച്ച് കളിക്കുന്ന നാടകമാണ്. വൈകുന്നേരം ഇപ്പം ആര് പെട്ടു? CPM ഒരു കാരണവശാലും ഊരാൻ പറ്റാത്ത കുടുക്കിലേക്ക് പെടുകയാണ്. അല്പം മുമ്പ് നമ്മുടെ ശ്രുതിയുടെ ഷോയിലല്ലേ VPP മുസ്തഫ സാഷ്ടാംഗം കമന്നു വീണത്? VPP മുസ്തഫയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ AI വീഡിയോ ആക്കി മാറ്റി സോണിയാഗാന്ധി ചിരിക്കുന്ന, പോറ്റിയും ചിരിക്കുന്ന ഒരു വീഡിയോ ആയി മാറ്റി. അത് പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഒരു വരി ഉണ്ടായിരുന്നു മുസ്തഫയ്ക്ക് മറുപടി? ഒരു വരി, ഒരു വാക്ക്, ഒന്നുമില്ല. എന്നെ പഠിപ്പിക്കാൻ വരരുത്, എന്നെ പഠിപ്പിക്കാൻ വരുന്ന ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ.
അവിടെയും പെട്ടു. ചുരുക്കത്തിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാ ദിവസവും ഇപ്പോൾ CPM-ൻ്റെയും സർക്കാരിൻ്റെ അവസ്ഥ രാവിലെ ആവേശത്തിലിറങ്ങും, വൈകുന്നേരം ആകുമ്പോൾ മറ്റേ സാഷ്ടാംഗം വീണ് നിലത്ത് വീണ് ഉരുണ്ട് ദേഹത്ത് മുഴുവൻ മണ്ണായി അലമ്പായി നിൽക്കുന്ന അവസ്ഥയാണ്. രാഷ്ട്രീയമായി തിരിച്ചടിയാണ്. നിങ്ങൾ അധികാര ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ള വേറൊരു ആരോപണമുണ്ട്. സർവോപരി സർക്കാരിൻ്റെ കൺട്രോൾ പോയി എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന, വീഴാൻ പോകുന്ന ഒരു സർക്കാരിൻ്റെ ഒരു സൂചന പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള എന്താ പറയുക, സെൻസില്ലാത്ത പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളം പേടിയോടുകൂടിയല്ല, ഇപ്പോൾ തമാശയോടുകൂടിയാണ് കാണുന്നത്. കാരണം ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. ചർച്ച തുടരാം. ശ്രീ ആന്റോ, കേസുകളിൽ ഇരട്ടത്താപ്പാണോ? അല്ല, AI നിർമ്മിതമായ ഫോട്ടോകളൊക്കെ ഏത് രീതിയിലും പ്രചരിപ്പിക്കാം എന്നുള്ളൊരു നില വരുത്തുന്നത് നല്ലതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ വേണം എന്നുള്ളതില്ല. കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വർഷങ്ങളായിട്ടിരുന്നിട്ട് ആരെക്കുറിച്ചും എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, 100, 125, 150 കേസുണ്ട്, എനിക്കൊരു ചുക്കുമില്ല എന്ന് പറയുന്ന സംവിധാനത്തെ പ്രോത്സാഹിപ്പിച്ച് വിട്ടത് ഈ സർക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് ആർക്കും പേടിയില്ലാതായത്. ഇപ്പോൾ കേസ് പറഞ്ഞാലും പേടിയില്ല, AI പറഞ്ഞാലും പേടിയില്ല, ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, ഒരു പേടിയില്ല. കൊടുത്ത കേസുകളില്ലേ? അതാ പറഞ്ഞേ, ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, ആർക്കും പേടിയില്ലല്ലോ എന്ന്, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് ആർക്കെതിരെ നടപടി സ്വീകരിക്കില്ല എന്ന്. അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് 150 കേസ് 175 കേസൊക്കെ വെച്ചിട്ട് പറയാം ആൾക്കാർ. എന്താ പറയുക, 175 കേസായിട്ട് എന്നെ ഒരു ചുക്കും കാണിക്കാൻ പറ്റില്ല. 4-5 വാറണ്ടായ കേസുകൾ നിൽക്കുന്നു, FIR ഇട്ടിട്ട് ജാമ്യം എടുക്കാത്ത കേസുകൾ നിൽക്കുന്നു. പല യൂട്യൂബർമാരുടെ അവസ്ഥ ഇതാണ് കേരളത്തിൽ. എന്ത് വേണമെങ്കിലും പറയാം, സർക്കാരിനെതിരെ പറയാം, മുഖ്യമന്ത്രിക്കെതിരെ പറയാം, മുഖ്യമന്ത്രിയുടെ ഫാമിലിക്കെതിരെ പറയാം, നാട്ടുകാരെ മുഴുവനെതിരെ പറയാം. ഒരാളും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഈ കേസിന് എന്ത് നടപടി സ്വീകരിച്ചാൽ, ഇതിന് നടപടി സ്വീകരിച്ചാൽ ആൾക്കാർ പുച്ഛത്തോടു കൂടിയേ കാണുള്ളൂ. അത് സത്യമാണ്. അതിനെക്കുറിച്ച് വെറുതെ ന്യായീകരിച്ച് നാണം കെടാമോ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ എന്ത് വിളിച്ചു പറയാം എന്നുള്ളൊരു ശൈലി ഉണ്ടാകും. കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ CPM-കാരനായാലും കോൺഗ്രസ്സുകാരനായാലും BJP-കാരനായാലും ആരെങ്കിലും ആട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം മോർഫ് ചെയ്തിടുക എന്ന് പറയുന്നത് മാന്യതയുണ്ടോ? അത് AI നിർമ്മിതമാക്കിയിട്ട് അവരെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് അതിൻ്റെ കൂടെ എഴുതിയിട്ട് ഇടുക എന്ന് പറയുന്നത് ശരിയാണോ? അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിനെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൾക്കാർക്ക് എന്താ അത് പേടിയില്ലാത്തത്, എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ശൈലിയായത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള യൂട്യൂബർമാരെ കൊണ്ടൊക്കെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടും ഒരു നടപടി സ്വീകരിക്കുക വെച്ചുകൊണ്ടിരുന്നതിൻ്റെ പരിണിതഫലം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല എന്നുള്ളതാണ്. കേരളത്തിലെ പല പാർട്ടികളും ഇത് ചെയ്യുന്നില്ലേ? പല പാർട്ടികളും ചെയ്യുന്നുണ്ട്. ആ പല പാർട്ടികളും ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഇപ്പം ഞാൻ പറയുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ്. രാവിലെ ചെന്ന് ആൾക്കാരെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരിക, സ്റ്റേഷനിൽ കൊണ്ടുപോകുക, വഴിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, കാണിക്കുക, പത്രമാധ്യമങ്ങൾക്ക് മുഴുവൻ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയുള്ളത് മുഴുവൻ പറയിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും പറഞ്ഞ് വീട്ടിൽ വിടുക. അതിന് മുൻപിൽ നാമബോധഘോഷയാത്രയല്ല, അയ്യപ്പനെ പോറ്റിയെ കയറ്റിയെന്ന് പാട്ട് പാടാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ എന്താണെന്ന് നടക്കുന്നത്? ഞാൻ പറയുന്നത് എന്താ അറിയോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇപ്പോൾ അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഇലക്ഷനിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ട്, സീറ്റുകൾ കൂടിയിട്ടുണ്ട്, പഞ്ചായത്തുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ എന്നുള്ളത് കൊണ്ട് അവർക്ക് കുറച്ച് എഡ്ജ് കൂടുതൽ ഇപ്പോൾ ഉണ്ട്. അത് മനസ്സിലാക്കേണ്ട പാർട്ടിയാരാ? അത് CPM. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്ലാനോടുകൂടി മുന്നോട്ട് പോവുകയാണ് CPM ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു പ്ലാൻ ഇതുവരെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഇത്രയും നാളത്തെ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം എത്ര ദിവസമായി? ഏകദേശം 2 ആഴ്ചയ്ക്ക് മേലെയായില്ലേ? ഈ 2 ആഴ്ചയ്ക്ക് മേലെയായിട്ട് ഒരു CPM-ൻ്റെ പ്ലാൻ എന്താണെന്ന് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? LDF-ൻ്റെ പ്ലാൻ എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായോ? ഒരു പ്ലാനും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അണികൾക്കൊന്നും പറയാൻ പറ്റാത്തതെന്ന്. അല്ല, തോറ്റും സാധിക്കില്ല. അണികൾക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? കാരണം CPM എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ കാലത്തും താഴെ തട്ടിൽ പോയി അവരുടെ ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കി എന്തുകൊണ്ട് തോറ്റു, എന്താണ് അതിൻ്റെ വരും വരായികൾ. അതൊക്കെ കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോഴേ അത് പ്ലാൻ വരുള്ളൂ. ആ പ്ലാൻ വരുന്നതിന് മുൻപ് കുറച്ച് മുൻപിൽ കയറി കോൺഗ്രസ് അടിക്കുന്നതാണ് ഞാൻ കണ്ടോണ്ട്. ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നത്തെ അവസ്ഥ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് BJP ധാരണയാണ്. പല പഞ്ചായത്തുകളും ഭരിക്കാൻ തീരുമാനിക്കുന്നു. നേരെ കോൺഗ്രസിൻ്റെ 8 പഞ്ചായത്ത് മെമ്പർ ഒറ്റയടിക്ക് BJP-ലേക്ക് പോകുന്നു. നമ്മൾ കണ്ടോണ്ടിരിക്കുന്നില്ല ഞാൻ പറഞ്ഞത് BJP-ന്റെ മെമ്പർമാരും കോൺഗ്രസിന്റെ മെമ്പർമാരും ഒന്നിച്ച് ഒരു സ്വാതന്ത്ര്യം പിൻവലിക്കാൻ തീരുമാനിച്ചാൽ അതിൽ കൂടുതൽ എന്താ വേണ്ടത്? അല്ല, ആയിക്കോട്ടെ. ഈ വിമത എന്ന് പറയുന്നത് എന്താ? കോൺഗ്രസിന് പുറത്തു പോയത് തന്നെയല്ലേ? അപ്പം അതൊന്നും ഇന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അതൊന്നും ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് ചർച്ച ചെയ്യാൻ കഴിയേണ്ട കാര്യം എന്താണ്? ഇവിടെ ഒരു കോൺഗ്രസ് നേതാവിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് നാടകം കളിച്ചിട്ട് ഇന്ന് ചർച്ച ചെയ്യേണ്ട സംവിധാനങ്ങളെ മുഴുവൻ ആരാണ് തിരിച്ചുവിട്ടത്? സർക്കാർ തന്നെയാണ്. അതിനാർക്ക് എന്ത് പറയാൻ പറ്റും?
കാരണം പിന്നെ ഇപ്പം ഞാൻ പറയാം 2 പ്രാവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് എവിടെ വെച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് കണ്ടതെന്നും എങ്ങനെയാണ് കണ്ടതെന്നും വീഡിയോ സഹിതം പുറത്തു വിട്ടു. ആ വീഡിയോ സഹിതം പുറത്തു വിട്ടതിൻ്റെ എല്ലാ കാര്യം അതിനകത്ത് ചെവിയിൽ മന്ത്രിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ ചെവിയിൽ മന്ത്രിക്കുന്നത്? ഒന്നും കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹത്തോട് പോയി സംസാരിക്കുന്നത് പോലുമില്ല. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു അലിഗേഷനും പറയാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ് ചെയ്യുന്നത്? ഈ AI വിഷ്വൽസ് ഉണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രി എന്തോ സ്വർണം കടത്തിക്കൊണ്ട് പോയി എന്നുള്ള നിലയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ അത് ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് CPM കോൺഗ്രസിൻ്റെ ഭാഗത്ത് മാത്രമല്ല, നേരെ 2 പ്രാവശ്യം സോണിയാഗാന്ധിനെ കണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പറ്റി 1 പ്രാവശ്യമല്ല, ഇതൊരു പ്രാവശ്യം എന്തെങ്കിലും പറയാം. 1 പ്രാവശ്യം ഈ പറഞ്ഞ ആംബുലൻസ് കൊടുക്കുന്ന സമയത്ത് 1 പ്രാവശ്യമാണ്, അത് വീഡിയോ കഴിഞ്ഞ് പുറത്തു വന്നു. 2 പ്രാവശ്യം ഉണ്ണികൃഷ്ണൻ പറ്റി സോണിയാഗാന്ധിനെ കണ്ടു. എന്തിനാണ് 2 പ്രാവശ്യം സോണിയാഗാന്ധിനെ കണ്ടേ? പറയട്ടെ, 1 പ്രാവശ്യം പറയാം, ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കാണാൻ പറ്റി എന്ന് പറയാം. അതിൻ്റെ അടുത്ത് 2 പ്രാവശ്യം സോണിയാഗാന്ധിനെ കണ്ട സമയത്ത് 2 കോൺഗ്രസിൻ്റെ MP മാരുണ്ടല്ലോ. 2 കോൺഗ്രസിൻ്റെ MP മാരില്ലേ? ഈ ഏത് കാലത്താണ്? ഏത് കാലത്തോട്ടെ സ്വർണ്ണക്കൊള്ള സംഭവം ഉണ്ടാകുന്നത് എപ്പോഴാണ്? 2019 കേസുകളാണ്. 2019 ശേഷമാണെന്നല്ല തെളിവ് വന്നോ? ആരോപണം അധ്യക്ഷയായിരുന്ന സമയത്ത് പോയി കണ്ടതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് വന്നിട്ട് പറഞ്ഞോ ഈ പറയുന്ന സോണിയാഗാന്ധിനെ കണ്ടത് ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇന്ന ഡേറ്റിലാണ് ആദ്യത്തെ പ്രാവശ്യം കണ്ടത്, ഇന്ന ഡേറ്റിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടി 2ാമത് പ്രാവശ്യം കണ്ടത് പറഞ്ഞോ? പറഞ്ഞിട്ടല്ലോ. പറയാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ടെന്നേ. എന്താ ഇല്ലയെന്ന് പറയുന്നത്? അത് ന്യായീകരണങ്ങളാണ്. കോൺഗ്രസ് ഇതിപ്പം ഞാൻ ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റീനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തവരൊക്കെ അവരൊക്കെ പ്രശ്നക്കാർ തന്നെയല്ലേ അല്ലേ? ഈ അയ്യപ്പൻ്റെ സ്വർണം കട്ടെടുത്തുകൊണ്ട് പോകാൻ ആരാണോ കൂട്ടുനിന്നത്, ആ കൂട്ടുനിന്ന ആളെ സപ്പോർട്ട് ചെയ്ത കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും പ്രശ്നമാണ്. അതെന്തുകൊണ്ട് അംഗീകരിക്കാത്തത്? അതുകൊണ്ട് എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? അങ്ങനെ അതല്ലേ അംഗീകരിക്കേണ്ടത്. അതിപ്പോൾ അടൂർ പ്രകാശ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ആൻ്റണി ആയിക്കോട്ടെ, സോണിയാഗാന്ധി ആയിക്കോട്ടെ, കോൺഗ്രസ് ആരായിക്കളെന്താ അത് അംഗീകരിക്കേണ്ട പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. അതിലെന്താണ് ആരോപണം? പിണറായി വിജയന്റെ ആരോപണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വീഡിയോ ഫുൾ എടുത്തല്ലോ. അതാണ് പറയുന്നത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതല്ല. മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്ത ഒരൊറ്റ ആംബുലൻസിന്റെ കാര്യത്തിൽ, അതാണ് ഇന്ന് ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാണിച്ചത്, ഒരൊറ്റ ആംബുലൻസ് കൊടുക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി തന്നെ അതിൽ പങ്കെടുക്കുന്ന രൂപത്തിലേക്ക് അത് എവിടെ നിന്നാണ് അങ്ങനെ ഒരു സമ്മർദ്ദം വന്നത്? അംഗീകരിച്ചു. ഒരു ബന്ധവുമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി KCCന്റെ പ്രസിഡന്റ് ആയിരുന്ന സോണിയാഗാന്ധിനെ 2 പ്രാവശ്യം കണ്ടെന്തിനാ? അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. 2, 3, 4 പ്രാവശ്യം അധികാരമുള്ള ഒരാൾക്ക് ഇന്ത്യയിലെ ഏകദേശം 4-5 സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവിനെ 2 പ്രാവശ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത് എന്തിനാന്ന് പറഞ്ഞുതരാം. കർണാടക ശബരിമല ഇല്ല, അത് പറയട്ടെ. ശബരിമലയിലെ ഒരു പ്രധാനിയാണ് ഇയാൾ. ശബരിമലയിൽ ഒരു പ്രധാനപ്പെട്ട പോറ്റി വന്നിരിക്കുന്നു പറഞ്ഞാൽ ഏത് നേതാക്കളും കാണും. അതായിരുന്നു അയാളുടെ ഇമേജ്. കേസ് വരുന്നവരെയും അയാളുടെ ഇമേജ് അതായിരുന്നു. കേസ് വരുന്നവരെ അയാളുടെ ഇമേജ് അങ്ങനെയാണ്. അതെന്താ നിങ്ങൾ ഈ ബാക്കിയുള്ള നേതാക്കന്മാരുടെ കാര്യത്തിൽ സംഭവിക്കാത്ത? 2019 കേസ് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇന്റലിജൻസ് സംവിധാനം ഒന്നും അറിയില്ലേ? സർക്കാരിനൊന്നും കിട്ടില്ല. ഇന്റലിജൻസ് സംവിധാനം 2 മാസം മുന്നേ ആർക്കെങ്കിലും അറിയായിരുന്നു? 2024 ഇവിടെ നിന്നും പാളി കൊണ്ടാണുള്ള ശ്രമം നടന്നിട്ട് അത് വേണ്ടെന്ന് വെച്ചില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് അറിയോ? കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ആരും സോണിയാഗാന്ധി പിന്നെന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്വർണം കടത്താൻ വേണ്ടി കൂട്ടുനിന്നു പറയുന്നില്ല. ആരെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനു വേണ്ടിയിട്ട് ഈ പറയുന്ന സോണിയാഗാന്ധിനെ കണ്ടു? 2 MP-മാരുടെ നേതൃത്വത്തിൽ സോണിയാഗാന്ധിനെ കണ്ടെന്നുള്ളതിന് മറുപടി പറഞ്ഞാൽ മതി. അതോടുകൂടി അവസാനിച്ചു. പിണറായി വിജയൻ വന്ന് പറഞ്ഞല്ലോ ഞാൻ എന്തിനാണ് കണ്ടത്, ഞാൻ വന്ന് കണ്ടത് AI വിഷ്വൽ മാത്രം, ചെവി പിടിക്കുന്ന വിഷ്വല്, സംസാരിക്കുന്ന വിഷ്വല്, സ്വകാര്യം പറയുന്ന വിഷ്വല്, കെട്ടിപ്പിടിച്ച് ചിരിക്കുന്ന വിഷ്വല്, ഇതൊക്കെ AI ഉണ്ടാക്കി വിടുമ്പോൾ ഇത് സത്യാവസ്ഥ. ഒരു മിനിറ്റ്, ഇതൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം യഥാർത്ഥ വിഷ്വല് പുറത്തേക്ക് വിട്ടല്ലോ. അതോടുകൂടിയെങ്കിലും അവസാനിക്കണ്ടേ? ഞാൻ പറഞ്ഞു അത് ഇത് പിണറായി വിജയൻ പറഞ്ഞ പോലെ എന്തുകൊണ്ട് കോൺഗ്രസ് പറയുന്നില്ല എന്ന് ചോദിക്കണേ. കോൺഗ്രസ് ജയിലിൽ കിടക്കുന്ന ആരാണ്? ആയിക്കോട്ടെ, ഞാൻ പറയും ജയിലിൽ കിടക്കുന്ന ആരായാലും ഭരിക്കുന്നത് ആരായാലും ഈ പറയുന്ന ഒരാൾ കൊല്ലാൻ തീരുമാനിച്ചു.
കൂടെ നിന്ന് സംവിധാനം കൊടുക്കുന്നവൻ പാർട്ടിക്കാരാണോ നോക്കിയിട്ടല്ലല്ലോ ചെയ്യുക, കൂടെ നിൽക്കുന്നവനാണ് ശിക്ഷിക്കുക. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ ആരാണോ ശബരിമലയിൽ നിന്ന് സ്വർണം കടത്താൻ കൂട്ടുന്നത്, ആരാന്ന് പുറത്തു വരട്ടെന്ന് എന്തിനാണ് ഈ ബഹളി കൊടുക്കുന്നത്? ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റുമായിരുന്നു, ഇതിനൊക്കെ തിരിച്ചാരോപണം പറയാൻ പറ്റില്ലായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പത്മകുമാരനെ പുറത്താക്കിയ പ്രശ്നം അവസാനിക്കും. നിങ്ങൾ പത്മകുമാരനെ പുറത്താക്കിയ പറയാ, അപ്പൊ പറയും കടവള്ളി സുരേന്ദ്രൻ എന്നൊരു പുറത്താക്കുന്നില്ലായിരിക്കും. നിങ്ങളിപ്പോ പറയുന്ന അറിയാം, പത്മകുമാറിനെ പുറത്താക്കിയിട്ട് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ സ്വർണ്ണത്തിന് മുഴുവൻ പ്രശ്നം തീരുവോ? തീരില്ലല്ലോ. അത് അന്വേഷിക്കുന്നത് SIT അല്ലേ? SIT അന്വേഷണം ഇപ്പോൾ എവിടെയാണ് പോയി നിൽക്കുന്നത്? ഇതാ D-മണിയിൽ പോയി നിൽക്കുകയാണ്, കർണാടകയിൽ. D-മണി ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് വന്നതെന്ന് അധികം ദിവസം പുറത്തു വരുമായിരിക്കും. അപ്പൊ മനസ്സിലാവുമല്ലോ, അപ്പൊ മനസ്സിലാവും. അധികം ബുദ്ധിമുട്ടൊന്നും ഈ തിരുവനന്തപുരം വഴി പത്തനംതിട്ട വഴി വരുമ്പോൾ ചിലപ്പോൾ തീരുമാനമായി കൂടായില്ല. പക്ഷെ എന്താണ് അതിന് മുന്നേ ആരും ബഹളി കൂട്ടുണ്ടാകുന്നത്? എന്തിനാണ് ബഹളി കൂട്ടുന്നത്? ആ കൂടെയുള്ളവരൊക്കെ ചിലപ്പോൾ ഈ ഡൽഹി വഴി പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്, പല സംസ്ഥാനം വഴി പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ കാര്യം പത്തനംതിട്ട വഴി വന്ന കേസിൽ ആദ്യം അല്ല അതായത് പറയുന്നത്. അല്ല, ഈ എന്താണ് പിന്നെ പഞ്ചലോഹ വിഗ്രഹം 5 കൊണ്ടുപോയി 4 കൊണ്ടുപോയി 500 കോടിന്റെ ആസ്തി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ. അതൊക്കെ എതിലെയാ വന്നതെന്ന് വരുമല്ലോ, അന്വേഷിക്കട്ടെ. അതാ പറയുന്നത്, രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തോണ്ടായിരുന്നു തന്നെയാ പറഞ്ഞത്. അത് അന്വേഷിച്ച് പുറത്തു വരട്ടെ. രമേശ് ചെന്നിത്തല അന്വേഷണം മൊഴി കൊടുത്തു തിരിച്ചു വന്ന് സംഭവിക്കുക എന്താ ഉദ്ദേശിച്ചത്? അതാ പറഞ്ഞത്, വരട്ടെ അന്വേഷണം ഹൈക്കോടതി നേതൃത്വം SIT അന്വേഷിക്കുന്നു. സർക്കാരിന്റെ റോളൊന്നുമില്ല. അല്ല വരട്ടെ. നമ്മൾ എന്തിനാ കാട് കയറി പറയാൻ നിൽക്കുന്നത്? നമ്മൾ ഈ അരിവാഹാരം തന്നെയാണല്ലോ ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് സാധനം വരുന്നതിന് മുന്നേ ഈ പറയുന്ന കാട് കയറി പറഞ്ഞു വന്നത്, തുടക്കത്തിൽ അങ്ങ് പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ഈ കേസ് എടുക്കാത്തതിനെ കുറിച്ച് ഇവിടെ ഇരട്ടത്താപ്പിന് അതാ പറഞ്ഞത്. ഞാൻ ഈ AI നിർമ്മിതമായിട്ട് വിഷ്വൽസ് കോൺഗ്രസ് പ്രചരിപ്പിച്ചാലും BJP പ്രചരിപ്പിച്ചാലും CPM പ്രചരിപ്പിച്ചാലും ഇതൊന്നും ആരും പ്രചരിപ്പിക്കുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരൻ അല്ല ഞാൻ. പക്ഷെ ഒരു കാര്യം എന്താണ്, കേരളത്തിലെ, അത് ഞാൻ സർക്കാരിനെതിരാണ് പറഞ്ഞത്, ഞാൻ സർക്കാരിന് അനുകൂലമായിട്ട് പറയാനല്ലോ. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഓൺലൈൻകാരെ മുഴുവൻ 150-125 കേസ് ഉണ്ടായിട്ട് ഞാനിതോടെ വലിയ രാജാവാണ്, എന്നെ ഒരു ചുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വേണമെതിരെ എന്ത് വേണമെങ്കിലും പറയാം, മന്ത്രിമാർക്കെതിരെ എന്ത് വേണം പറയാം, പ്രതിപക്ഷ നേതാവിനെതിരെ എന്തിനു പറയാം. പ്രതിപക്ഷ നേതാവിനെ കേക്കച്ചെന്ന് വിളിച്ച ആൾക്കാരൊക്കെ ഇവിടെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറയട്ടെ, അവർക്കൊന്നൊരു നടപടി സ്വീകരിക്കാതെ ഇപ്പൊ വന്ന് കേസെടുത്തതിലൊന്നും ഞാൻ യോജന പറഞ്ഞല്ല, അനുകൂല സംവിധാനം പറഞ്ഞതല്ല. പക്ഷെ എന്താണ്, ഇതുപോലെയുള്ള സംവിധാനം ഈ പറയുന്ന സർക്കാർ അനുകൂലമായി നിൽക്കാൻ നോക്കുക, സർക്കാരിന് അനുകൂലമായിട്ടൊരു സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അല്ല, അതിനകത്ത് CPM കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണുള്ളത്. എന്തുകൊണ്ട് ഇന്ന് സംഭവിക്കുന്നത് എന്താണ്, ഇന്ന് പ്രധാനപ്പെട്ട BJP കോൺഗ്രസ് എന്താണ് അന്തർധാര എല്ലാം പൊളിഞ്ഞു പുറത്തു വരേണ്ട ദിവസമായിരുന്നു. അപ്പോൾ എത്ര സ്ഥലത്താണ് പഞ്ചായത്ത് പോയത്, എത്ര സ്ഥലത്താണ് കോൺഗ്രസ് BJP അന്തർധാരയുള്ളത്? ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ദിവസം ഇത് കൊണ്ട് കളഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. നല്ല രീതിയിൽ സർക്കാരിന് ഒരു പ്ലാൻ ഇട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ജനങ്ങൾ അറിയും, അല്ലെങ്കിൽ വൺ സൈഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സുജയ, ഇവിടെ ചില കാര്യങ്ങളിൽ നമ്മൾ വ്യക്തത വരുത്തി തന്നെ മുന്നോട്ട് പോകണം. കേസുകളിൽ ഇരട്ടത്താപ്പ് എന്ന് ചോദിച്ചാൽ വിഷയങ്ങളിൽ ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പേര് ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് എന്നാണ്. അതായത് ഉത്തർപ്രദേശിൽ ബുൾഡോസർ രാജ് നടക്കുമ്പോൾ അതേക്കുറിച്ച് വലിയ രീതിയിൽ യോഗി ആദിത്യനാഥിനെ, കേന്ദ്ര സർക്കാരിനെ, BJP ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ബുൾഡോസർ രാജ് നടക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ഈ നിമിഷം വരെ ഒരു ചർച്ചയിലേക്ക് പോലും പോയിട്ടില്ല. ഇവിടെ കേസിൽ ഇരട്ടത്താപ്പാണോ, പിണറായി വിജയൻ കാണിച്ചത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ കട കർണാടകത്തിൽ അങ്ങോട്ട് വലിയ സൂപ്പർ മാർക്കറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരട്ടത്താപ്പ് കാണിച്ചിട്ടാണ് ഇവിടെ വന്നുകൊണ്ട് പോലീസ് നടപടിയെ, പോലീസിങ്ങിനെ, ഇതെന്ത് പോലീസിംഗ് ആണ്, ഇതെന്ത് ആഭ്യന്തര വകുപ്പാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കർണാടകയിലെ സർക്കാരിനോട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ ചോദിക്കണം, ഇതെന്ത് പോലീസിംഗ് ആണ്, എന്താണ് നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യോഗി ആദിത്യനാഥിനെ, ഉത്തർപ്രദേശ് സർക്കാരിനെ ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ കർണാടകയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെയാണ് യഥാർത്ഥത്തിൽ ആൻഡ്രസർ ഇരട്ടത്താപ്പ്. അത്രയും വലിയ ഇരട്ടത്താപ്പ് തൊട്ടയൽപ്പക്കത്ത് കാണിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇവിടെ AI ആണോ എന്ന് പരിശോധിക്കണമെന്നേ. ഇങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ വസ്തുത എന്താണെന്ന് പരിശോധിക്കുന്നതിനായി ഇദ്ദേഹത്തെ വിളിപ്പിച്ചല്ലോ, N സുബ്രഹ്മണ്യനെ പോലീസ് വിളിപ്പിച്ചപ്പോൾ വരില്ല എന്നുള്ള ശാഠ്യത്തോടെ നിന്നു. പോലീസിനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ ശാഠ്യത്തോടെ നിന്നത് ഈ പറയുന്ന N സുബ്രഹ്മണ്യൻ തന്നെയാണ്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് വന്നില്ല, അതുകൊണ്ടാണ് പോലീസ് അവിടേക്ക് ചെന്നത്. പോലീസ് മാന്യമായി അല്ലാതെ അദ്ദേഹത്തോട് പെരുമാറിയെന്ന് അദ്ദേഹത്തിന് പോലും അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം N സുബ്രഹ്മണ്യൻ മാധ്യമങ്ങളോട് ഇന്ന് സംസാരിച്ചത് 4 തവണയാണ്.
കസ്റ്റഡിയിലെടുത്ത് പിടിച്ചുകെട്ടി വളഞ്ഞു കൂട്ടിക്കെട്ടി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായിൽ എന്തോ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് പോലെയുള്ള ഒരു ചിത്രീകരണമാണ് നിങ്ങൾ രണ്ടുപേരും ഇതുവരെ നടത്തിയത്, ജിമ്മി ജെയിംസ് നടത്തിയത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അതായത് വളഞ്ഞു പിടിച്ചുകെട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയെണ്ണം നമ്മൾ കണ്ടതാണ്, ഇതിനു മുൻപുള്ള അനുഭവങ്ങൾ അങ്ങനെയല്ലേ എന്നൊക്കെയാണ് പറഞ്ഞു വന്നത്. അറസ്റ്റ് ചെയ്തു എന്നേ പറഞ്ഞുള്ളൂ, പിടിച്ചുകെട്ടി വീട് വളഞ്ഞു എന്ന്, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യത്തിൽ വീട് വളഞ്ഞു. സുബ്രഹ്മണ്യനെ കൊണ്ടുപോയത് എന്തോ വലിയ സംഭവമാണെന്ന് ചിത്രീകരിക്കാനായിട്ട് നോട്ടീസ് കൊടുക്കാതെയാണ്, നോട്ടീസ് കൊടുത്തില്ല. സുബ്രഹ്മണ്യനെ വിളിപ്പിച്ചു. താങ്കൾ വാർത്തയെ കുറിച്ച് പറയാതെ ഞാൻ കാര്യം പറയട്ടെ. ഞാൻ എന്റെ ടേക്കാണ് പറയുന്നത്. സുബ്രഹ്മണ്യനെ വിളിപ്പിച്ചു വന്നില്ല. ഞാൻ എന്റെ മറുപടി പറയട്ടെ. ജിമ്മി ജെയിംസ് അല്ല മോഡറേറ്റർ, മാഡം ആണ്. നോട്ടീസ് കൊടുത്തു. സുബ്രഹ്മണ്യനെ ആരും ഇവിടെ പിടിച്ചു കെട്ടി കൊണ്ടുപോയിട്ടൊന്നുമില്ല. മാത്രമല്ല അങ്ങനെ പിടിച്ചു കെട്ടുന്ന ഒരു വലിയ പോലീസ് രാജാണ് പിണറായി വിജയന്റേതെന്നുണ്ടെങ്കിൽ എൻ സുബ്രഹ്മണ്യന് 4 പ്രാവശ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ യഥേഷ്ടം നിന്ന് പറയാനുള്ളതെല്ലാം പറയാനും എല്ലാം വിശദീകരിക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നില്ല. നിർമ്മല ആശുപത്രിയിൽ പോകണമെന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയിലാണ് എന്തൊരു ഔദാര്യമെന്നൊന്നുമല്ല, കൃത്യമായ പോലീസിംഗ് തന്നെയാണ് നടന്നത്. പോലീസിനെ അങ്ങ് വിമർശിക്കുന്നവർ കർണാടക കാണാതെ പോകുന്നത് കൊണ്ടാണ് ഞാൻ അത് ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. എന്തായാലും ഇന്നത്തെ ഈ സംഭവത്തിൽ അന്വേഷണ സംഘം അല്ല, താങ്കളുടെ അസഹിഷ്ണുത അവിടെ വെക്കൂ ജിമ്മി ജെയിംസ്. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇറ്റ്സ് മൈ ടൈം. മാഡം അല്ല എങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള പൂർത്തിയാക്കാൻ പറയും. എന്റെ സമയം ചുരുങ്ങിയ സമയമാണ്, അതിൽ എനിക്ക് പറയാനുള്ള അവസരം വേണം. ഓക്കെ, ചോദ്യം അവിടെ താങ്കൾ ഉന്നയിച്ചോളൂ, മറുപടിയും കേൾക്കണം, കേട്ട് തന്നെ പോകണം. എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ട് തന്നെ പോകുന്നുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, അന്വേഷണ സംഘം കുറ്റവാളികളെ കണ്ടെത്തട്ടെ എന്ന് തന്നെയാണ് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കുറ്റവാളികളെ എല്ലാവരെയും ഞാൻ സംരക്ഷിക്കും, എന്റെ ഓഫീസിൽ കയറ്റി ഞാൻ പൂട്ടിവെച്ച് സംരക്ഷിക്കുമെന്നൊന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാണ്. പോറ്റിയെ കയറ്റി എന്നുള്ള പാരഡി ഹിറ്റായി, സംഭവം ശരിയാണ്. ആ പാരഡി ഇങ്ങനെ പാടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാം എന്നുള്ള ഒരു അതിബുദ്ധിയോട് കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിലും ഒരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്തത്. കാരണം എൻ സുബ്രഹ്മണ്യനെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങളെല്ലാം കോഴിക്കോട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ സീൻ ബൈ സീനായി ഓരോ സ്ഥലങ്ങളിൽ നേതാക്കൾ എല്ലാവരും പ്രത്യക്ഷപ്പെടുന്നതും കൃത്യമായി സൗണ്ട് ബൈറ്റ്സ് വരുന്നതും മുദ്രാവാക്യം വിളികൾ വരുന്നതും. യൂത്ത് കോൺഗ്രസും എല്ലാം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ സീൻ ക്രിയേറ്റ് ചെയ്തത് കോൺഗ്രസ് തന്നെയാണ്. അവിടേക്ക് വരുന്നു, ഇയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള കേസാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ സംഭവിക്കുമായിരുന്നുള്ളൂ. അതിനെ വലിയ ഡ്രാമയാക്കുകയാണ്, അങ്ങ് ഡ്രമാറ്റിക് ആക്കുകയാണ്. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സീനാക്കി ഉച്ചവരെയെങ്കിലും നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് പോയതെന്നുള്ളത് നല്ല വൃത്തിയായി നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അവിടെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇക്കാര്യത്തിൽ സർക്കാർ ചെയ്തത് അല്ലെങ്കിൽ പോലീസ് ചെയ്തത് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു കേസാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ മൊത്തത്തിൽ അങ്ങോട്ട് പഴി പറയുന്നത് കേട്ട് അത് അതേപടി അങ്ങ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. ഇവിടെ സഖാക്കൾ മുഴുവൻ കള്ളന്മാരാണ്, എല്ലാ സഖാക്കളും ശബരിമലയിൽ പോയി കട്ടു എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ ബുൾഡോസർ രാജിന് കോൺഗ്രസ് മുഴുവൻ ഉത്തരം പറയണമല്ലോ. ബുൾഡോസർ രാജിന് എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഉത്തരം പറയുന്നില്ല? KC വേണുഗോപാൽ മിണ്ടിയില്ലല്ലോ ഇന്ന്. ചില സെലക്റ്റീവായിട്ടുള്ള ഉത്തരങ്ങൾ പറയുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. കാരണം തൊട്ട അയൽപ്പക്കത്ത് കാണിക്കുന്ന ഈ ഒരു നെറുകേടിന് അതിന് മറുപടി പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കോ AICC നേതൃത്വത്തിനോ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കർണാടക മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അവിടെ ചെയ്ത നടപടി ഇല്ലാതാകുന്നില്ല. ആ നടപടിയെ വിമർശിക്കാൻ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ നാട്ടിലെ ബാക്കി എല്ലാ സ്ഥലങ്ങളെയും വിമർശിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്, മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച് കാത്തിരിക്കുന്ന നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു വസ്തുതയാണ്. താങ്കളുടെ അസഹിഷ്ണുത അവിടെ വെക്കൂ. നിങ്ങൾ ഒരു ടീമാണെങ്കിൽ ഒരാൾ സംസാരിച്ചാൽ മതി കേട്ടോ ഇനി മുതൽ. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുക്കാതെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ തിരക്കി വിട്ടയച്ചു കൂടായിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്യാമായിരുന്നോ, ഇത് അത്രയ്ക്ക് വലിയ കേസാണ് എന്ന് ചോദിച്ചാൽ അത്ര വലിയ കേസൊന്നുമല്ല. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന കേസാണ്. അത് കേസ് എടുത്തവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഇതൊരു കാട്ടുനീതി കാണിച്ചു എന്ന് KC പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ കാട്ടുനീതി തൊട്ടപ്പുറത്താണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത് അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ പോലീസിനെ രാഷ്ട്രീയ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഉന്നത ഉദ്യോഗസ്ഥൻ വിളിച്ചത് കേട്ടു, എന്നാൽ പിന്നെ ആ ഉന്നത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് കൂടി പറയണമല്ലോ. ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു പുകപടലം സൃഷ്ടിക്കുകയല്ല. ഉന്നതരാരോ വിളിച്ചു എന്നുള്ളത് ഈ സുബ്രഹ്മണ്യനെ കൊണ്ടുവരുന്ന വേളയിൽ കേട്ട പ്രതികരണമാണ്. എന്തായാലും അത് ആരാണ് എന്നുള്ളത് ഇതുവരെ എന്തായാലും ഒരു നേതാവും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആരാണ് ഇടപെട്ടത്? അപ്പോൾ അവിടെയും ഒരു പുകമറയുണ്ടാക്കുകയാണ്. വീട് വളഞ്ഞ് പിടികൂടാൻ കൊലക്കേസിലെ പ്രതിയാണോ എന്നുള്ള ചോദ്യം അത് ശരിയാണ്. പക്ഷേ വീട് വളയുകയൊന്നുമല്ല, വീട്ടിലേക്ക് ചെല്ലുകയും അദ്ദേഹം വളരെ കൂളായി കൂടെ വരികയും ചെയ്തതാണ് ഞാൻ ദൃശ്യങ്ങളിൽ കണ്ടത് കേട്ടോ. ഞാൻ രാവിലെ മുതൽ എന്തായാലും ഇവിടെ
ഇവിടെയുണ്ട്. ഞാൻ ദൃശ്യങ്ങളിൽ കണ്ടത് അങ്ങനെയാണ്. വീട് വളയുന്നതും വലിയ കൊലക്കേസ് പ്രതിയെ പോലെ കൊണ്ടുവരുന്നതൊന്നും ഞാൻ എന്തായാലും കണ്ടില്ല. കണ്ടതേ ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ നിയമം എല്ലാവർക്കും ബാധകമാണ്. ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. അതിനിടയിൽ ചില ഡ്രാമ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം. അത് അവിടെ നടന്നിട്ടുണ്ട്. ഇനി ആ ദൃശ്യത്തിലേക്ക് വരാം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഡ്രാമ ഇല്ല കേട്ടോ. ഇല്ല, പോലീസ് വളരെ സഹകരിച്ച് ശരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ 4 തവണ പ്രതികരിച്ചതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. പോലീസ് അവിടെ ഒരു ഭയങ്കര ബ്രൂട്ടൽ പോലീസിംഗിലെ പോയിട്ടില്ല. ആ പിണറായി വിജയനെതിരെ പറയുന്നുണ്ട്. പിണറായി വിജയൻ നീ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് അതെ, ഒറ്റ കാര്യം ചെയ്തുള്ളൂ, നോട്ടീസ് കൊടുക്കാതെ ഇയാളെ വിളിപ്പിച്ചു, അവിടെ തന്നെ പൊളിഞ്ഞു, അവിടുന്ന് തീർന്നു സംഭവം. അതാ ഞാൻ പറയുന്നത്. ശരി, ഇപ്പൊ ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. ഇനിയിപ്പോൾ വിഷയത്തിലേക്ക് വന്നാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ഒരു താക്കോൽ കൊടുക്കുന്ന വീഡിയോ, ആ വീഡിയോയിൽ നിന്ന് സ്ക്രീൻ ഗ്രാബ് ചെയ്ത ഭാഗമാണോ അതോ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോട്ടോയാണോ പോസ്റ്റ് ചെയ്തത്? അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് തിരിച്ചറിയാനൊന്നും പോലീസിന് പറ്റില്ല. അത് പരിശോധിക്കണം. അതിനാണ് ഡിവൈസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഫോൺ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ചു കൊടുത്തോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഏത് ഡിവൈസിൽ നിന്നാണോ നിങ്ങൾ പോസ്റ്റ് ചെയ്തത് അതിൽ ഈ പറയുന്ന രീതിയിൽ ഈ അനിമേഷൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ പരിശോധിക്കണം. ഏത് രീതിയിലാണ്, അതോ മറ്റെവിടെന്നെങ്കിലും കിട്ടിയ ഒരു സോഴ്സിൽ നിന്നുള്ളൊരു ഫോട്ടോ എടുത്ത് റീപോസ്റ്റ് ചെയ്യുകയാണോ ചെയ്തത്? അത് പരിശോധിക്കണമെന്നേ. അത് ഏത് കേസിലായാലും, അത് നാളെ നിങ്ങൾ പോസ്റ്റ് ചെയ്താലും ഇത് തന്നെയാണ് നടപടിക്രമം. അത് തന്നെയാണ്. പരാതി ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എൻ സുബ്രഹ്മണ്യനെ പരിശോധിക്കാൻ പാടില്ല? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇതിപ്പോ കോഴിയെ കട്ടവരുടെ തലയിൽ പൂടയുണ്ടെന്ന് പറയുമ്പോൾ താങ്കൾ ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കുന്നത്. താങ്കൾ എന്തിനാണ് തപ്പി നോക്കുന്നത്? ഞാൻ പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഇടയ്ക്ക് പറയുന്നതുകൊണ്ടാണ് ജിമ്മി ചർച്ചയാകും. സ്മൃതിക്ക് പറയാനുള്ള സ്മൃതിക്ക് പറയാനുള്ളതല്ല, എനിക്ക് പറയാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളതാണ് പറഞ്ഞത്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഒരു ടീമായിട്ട് കളിക്കും, ഒറ്റയ്ക്ക് കളിക്കൂ. അതല്ല വീട് വളഞ്ഞു, ഫോൺ പിടിച്ചെടുത്ത് ഞാനൊന്ന് പറയട്ടെ. താങ്കൾ അത് പറഞ്ഞില്ലെങ്കിൽ താങ്കൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ടെൻഷൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ താങ്കൾ കാര്യമായിട്ട് പറയാണ്ട് പറയൂ. അവതാരക ഉണ്ടെന്ന് അത് പറയാൻ താങ്കൾ എന്താണ് പറയുന്നത്? നിങ്ങൾ രണ്ടിൽ ഒരാൾ പറയുന്ന ഒന്ന് തീരുമാനമാക്കണം. അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ഒരു ആംബുലൻസിന്റെ താക്കോല് കൊടുത്തു. അതിന്റെ ഒരു വീഡിയോ, അതിൽ മുഖ്യമന്ത്രിയുടെ പിന്നിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടന്നു പോകുന്ന ഭാഗത്തെ സ്ക്രീൻ ഗ്രാബ്, അവിടെയാണ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഓൾട്ടറേഷൻ നടന്നിരിക്കുന്നത്. അത് AI ആണോ അതോ ഒറിജിനൽ ഫുട്ടേജിൽ നിന്ന് ഗ്രാബ് ചെയ്തതാണോ? അത് പരിശോധിക്കണമെന്നേ, അല്ലാതെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല. അത് പരിശോധിക്കാനുള്ള നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ആരും എതിർത്തിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ എന്റെ ഒറ്റ കാര്യം എനിക്ക് പറയാനായിട്ടുള്ള, ഈ വിഷയത്തിൽ കൊള്ളയിൽ നിന്ന് ശ്രദ്ധ മാറ്റി മറ്റ് വിഷയങ്ങളിലേക്ക്, നോൺ ഇഷ്യൂസിലേക്ക് അല്ല ഇത് കൊണ്ടുപോകേണ്ടത്. ഇവിടെ കൊള്ള തന്നെയാണ് അന്വേഷിക്കേണ്ടത്. ആ കൊള്ള വിഷയത്തിൽ തന്നെ നിൽക്കുകയും വേണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മാഡം. ഇവിടെ സ്നേഹത്തിന്റെ കടയിൽ നിന്ന് കണ്ണീരും കയ്പുമായിട്ടൊക്കെ കുറെ പാവങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ മനുഷ്യത്വരഹിതമായ കുടിയൊഴിപ്പിക്കൽ എന്ന് പറയുന്നവർ അതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ വിഷയത്തിൽ കൂടി ഒന്ന് പ്രതികരിക്കണം. എന്തായാലും ഭാഗ്യവശാൽ കേരളത്തിലെ നേതാക്കളൊക്കെ മൗനി ബാബമാരാണ്. ആ വിഷയത്തിൽ UP ആണെങ്കിൽ മാത്രം വടക്കോട്ട് നോക്കി മാത്രം കരയുന്ന ഒരു പ്രത്യേകതരം കരച്ചിലാണല്ലോ. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ചർച്ചയുമില്ല. ഇവിടെ പോലീസിങ്ങിനെ കുറിച്ച് പറയുന്നതിനൊപ്പം തന്നെ ഈ വിഷയം കൂടി ചർച്ച ചെയ്ത് പോകേണ്ടതാണ്. എന്തായാലും അതിൽ ചർച്ചയില്ല. അത് ഞാനൊന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. ഇനി സോണിയാഗാന്ധിയുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടിക്കാഴ്ച, ഈ ആംബുലൻസിന് താക്കോല് കൊടുത്തത്, ഒറ്റ ആംബുലൻസിന് താക്കോല് കൊടുക്കാൻ മുഖ്യമന്ത്രി എന്തിനാണ് പോയതെന്ന് ചോദിച്ചാൽ, ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്, അതായത് ഡൽഹിയിലെ അവർ താമസിക്കുന്ന സ്ഥലത്താണ്, അല്ലാതെ പൊതുവേദിയിലല്ല. മുഖ്യമന്ത്രി നിൽക്കുന്നത് വഴിയിലാണ്, നിരത്തിലാണ്, അല്ലെങ്കിൽ ഒരു പൊതുവിടത്തിലാണ്. അവിടെ വെച്ചാണ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ക്ലോസ് ആയിട്ടുള്ള ഒരു ഇമേജ് ഗ്രാബ് ചെയ്യാനെങ്കിലും പറ്റിയിരിക്കുന്നത്. മറ്റേത് നിന്ന് ഫോട്ടോ എടുത്തതാണ്. പരിപാടിയിൽ, ഏത് പരിപാടിയിൽ വേണമെങ്കിലും മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാം. പെട്ടിക്കടയുടെ ഉദ്ഘാടനത്തിലായാലും മുഖ്യമന്ത്രി അല്ല, അത് നിങ്ങൾ എന്തിനു ചോദ്യം ചെയ്യണം? പെട്ടിക്കടയുടെ ഉദ്ഘാടനത്തിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ പോകും. പെട്ടിക്കടയ്ക്ക് പോകാറില്ല. പോകാറില്ല. അല്ല, അതാ ഞാൻ ശബരിമല പ്രധാനപ്പെട്ട പൂജ ഈ ചരട് കിട്ടുന്നതിന്റെ കൂടെയുള്ള ആൾക്കാരുടെ അതാണ് തിരക്കൂട്ടുണ്ടാകുന്നത്. ആ കുറെ ആൾക്കാർ കൂടെ നിൽക്കുന്നുണ്ട്. ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ. അതായത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണണമെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഈ ചരട് കെട്ടുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. വിശ്വാസത്തെ ഒന്നും നമ്മൾ ആരും തള്ളി പറയുന്നില്ല. സോണിയാഗാന്ധിക്ക് വിശ്വാസിയാകാനും പള്ളിയിൽ പോകാനും അമ്പലത്തിൽ പോകാനും മോസ്കിൽ പോകാനും എല്ലാത്തിനുമുള്ള അവകാശവും അധികാരവും ഒക്കെ അവർക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു പൗരൻ ആണ് അവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനെല്ലാമുള്ള അധികാര അവകാശങ്ങളുണ്ട്. അതിനൊന്നും ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കി കൊടുത്തത് ആരാ? എന്നായിരുന്നു ഈ കൂടിക്കാഴ്ച? 2019 ശേഷമാണ് ഈ
ഈ കൂടിക്കാഴ്ചയെങ്കിൽ ശബരിമലയിലെ ആരാ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഏത് പൂജകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് അത് അയ്യപ്പ ക്ഷേത്രം, അത് ബംഗളൂരുവിലാണ് അല്ലെങ്കിൽ കർണാടകയിലാണ്, അല്ലാതെ ശബരിമലയിലല്ല. ശബരിമലയിൽ പൂജാരി ആയിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി അങ്ങനെയൊക്കെ പോയി എന്നുള്ള മട്ടിൽ അത്ര വലുതാക്കേണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഒരു ഫ്രോഡുലൻസ് കാണിച്ച് ജയിലിൽ കിടക്കുന്ന ആളാണ്, ഒരു അന്വേഷണം നേരിടുന്ന ആളാണ്. അങ്ങനെ ഫ്രോഡുലൻസ് കാണിച്ച ഒരാൾ, ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉള്ള ഒരാൾ സോണിയാഗാന്ധിയെ കണ്ട ടൈം പീരീഡ് എങ്കിലും പറയാൻ കോൺഗ്രസ് തയ്യാറാകണം. കോൺഗ്രസിന് അറിയാമല്ലോ, ആ കൂടിക്കാഴ്ചയ്ക്ക് ഒപ്പം പോയ ആളുകൾക്ക് അറിയാമല്ലോ ഏതാണ് ആ ഡേറ്റ് എന്നുള്ളത്. രണ്ടുപേരും MP എന്ന നിലയിലാണ് ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതെങ്കിൽ അടൂർ പ്രകാശ് ആദ്യമായിട്ട് MP ആയത് 2019 2019 ശേഷമാണ് ഈ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് എല്ലാം നടന്നിരിക്കുന്നത്. അപ്പോൾ അടൂർ പ്രകാശ് അതിന് മറുപടി പറയണം, അല്ലാതെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് ഒരു കാര്യവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ എന്തെങ്കിലും ഉപഹാരം സോണിയാഗാന്ധി കൈപ്പറ്റിയോ എന്നുള്ള ചോദ്യത്തിനും ഇതുവരെ ഒരു മറുപടിയുമില്ല. ആവർത്തിച്ച് നേതാക്കളോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ഒന്നിലധികം തവണ കണ്ടിട്ടുണ്ടോ? 2 പിക്ചേഴ്സാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2 പിക്ചേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയെ പറ്റി ഇന്ന് ചോദിക്കുമ്പോൾ N സുബ്രഹ്മണ്യന്റെ കാര്യത്തിൽ വിശാലമായി തന്നെ സർക്കാരിനെ കാട്ടുനീതി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന KC വേണുഗോപാൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല, ഉത്തരമില്ലാതെ ഒളിച്ചോടുകയാണ്. പിന്നാലെ പോയി ചോദിക്കുമ്പോൾ കൂടിക്കാഴ്ചയെക്കുറിച്ച് വ്യക്തത വരുത്താത്ത എന്താണെന്ന് ചോദിക്കുന്ന മറ്റാരോടുമല്ല, സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറിയോടാണ്. ഉത്തരമില്ല. ആ ഉത്തരമില്ലാതെയാണ് ഇപ്പുറത്ത് മുഖ്യമന്ത്രിയെ പഠിപ്പിക്കാൻ നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്റെ നേരെ വരുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കോൺഗ്രസ് തയ്യാറാകണം, എന്നിട്ട് വേണം ബാക്കി കുറ്റം പറയാൻ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ ടേക്ക്. ഇക്കാര്യത്തിൽ കേസിൽ ഇരട്ടത്താപ്പ് എന്നുള്ളതല്ല, ഏത് വിഷയമായാലും പരാതി കൊടുക്കേണ്ട അല്ലെങ്കിൽ കേസ് എടുക്കേണ്ട കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും. അതിനുശേഷം കേസ് വേണ്ടെങ്കിൽ കേസ് വേണ്ടാന്ന് വെക്കും. അതാണ് കണ്ടിട്ടുള്ളത്. അതിനെ മറ്റു ചില കാര്യങ്ങളുമായി കൂട്ടിക്കെട്ടി സ്വാർത്ഥ താല്പര്യത്തോടെ കാണരുത് എന്നുള്ളതാണ്. ആരുടെ സ്വാർത്ഥതയാണ്, ആരുടെ ഇരട്ടത്താപ്പാണെന്ന് എനിക്ക് പറയാനുള്ള ഞാൻ പറയാം ഇടവേളയ്ക്ക് ശേഷം. കേസുകളിൽ ഇരട്ടത്താപ്പോ എന്നതാണ് ചോദ്യം. കേസുകളിൽ ഇരട്ടത്താപ്പുമാണ് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ ഒരു ഫോട്ടോ യുദ്ധത്തിലേക്കാണ് ഇവിടെ സർക്കാർ പോകുന്നത്. അതിന് തുടക്കമിട്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സോണിയാഗാന്ധിയെ കാണാൻ വന്ന ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം എടുത്തുകൊണ്ട് അതൊരു വലിയ വിഷയമാക്കി അവതരിപ്പിച്ചത്. അത് അവതരിപ്പിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറിയായി കേസിലെ സൂത്രധാരൻ ജയിലിൽ കിടക്കുകയാണ്. അയാൾ ഇപ്പോഴും പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ്. അപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെതിരെ വിമർശനം വരുമ്പോൾ, ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദപ്പെട്ട കാര്യങ്ങളിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടിയില്ലാതെ അന്ന് അയാളെ കണ്ടിട്ടുണ്ടല്ലോ, അന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു മറുപടിയല്ല. ഇനി ചിത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ സർക്കാരിന് ചിത്രങ്ങളുടെ കാര്യത്തിൽ വേറെ മറുപടി പറയാനുണ്ട്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചിത്രത്തിന്റെ കാര്യം മാത്രമല്ല, വേറെയും ചിത്രങ്ങളുണ്ടല്ലോ. ഇന്നിപ്പോൾ കടകംപള്ളി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇത് ബാംഗ്ലൂർ വിമാനത്താവളത്തിന് പുറത്ത് ഒരുമിച്ചിരുന്ന ആലോചനകൾ നടത്തുന്ന ഫോട്ടോ ആണ്. 2 ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ ഷിബു ബേബിജാണ് പുറത്തുവിട്ടത്. അത് പുറത്തുവിടുമ്പോൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ഈ ചിത്രം ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ഇതെനിക്ക് വളരെ മുമ്പ് കിട്ടിയതാണ്. പക്ഷേ സോണിയാഗാന്ധിക്കെതിരെ അനാവശ്യമായ ചർച്ചകളും വിവാദങ്ങളും നടത്തുന്ന പശ്ചാത്തലത്തിൽ ഞാനിത് പുറത്തുവിടുകയാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ച മന്ത്രിയായിരിക്കുമ്പോഴാണ്. എന്തിനാണ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിടെ ഒരു കൂടിയാലോചന അന്നത്തെ ദേവസ്വം മന്ത്രി നടത്തിയത്? അപ്പോൾ ദേവസ്വം മന്ത്രി ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തിട്ട് ആ മാനനഷ്ട കേസിന് അവിടെ മറുപടി പറയുമ്പോൾ അവിടെ ഈ പറയുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ അഡ്വക്കേറ്റ് പല ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരായില്ലല്ലോ. അപ്പോൾ മാനനഷ്ട കേസ് കൊടുക്കുന്നു എന്നുള്ളത് ഒരു വാദമാണ്. ഇനി മുഖ്യമന്ത്രിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ AI ചിത്രം പ്രചരിപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്. ആ AI ചിത്രം ഇപ്പോൾ ഒരു കോൺഗ്രസിലെ ഈ പറയുന്ന ഒരു പ്രവർത്തക സമിതി അംഗം എടുത്ത് രാഷ്ട്രീയകാര്യ സമിതി അംഗം എടുത്ത് ഷെയർ ചെയ്യണോ എന്നുള്ളത് ഒരു ധാർമ്മികമായ പ്രശ്നമാണ്. അങ്ങനെ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവനവൻ ഷെയർ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം അവനവനുണ്ടാകണം. അങ്ങനെയുള്ള ഉത്തരവാദിത്വം ഈ CPM നേതാക്കളും പ്രവർത്തകരും ആ ഉത്തരവാദിത്വം കാണിച്ചിട്ടാണോ മറുചോദ്യം ചോദിക്കുന്നതെന്ന ചോദ്യമുണ്ട്. ഈ വിഷയത്തിൽ തന്നെ എൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന VPP മുസ്തഫ, CPMലെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ, അദ്ദേഹം AI ചിത്രം സോണിയാഗാന്ധി ചിരിച്ചുകൊണ്ട് പോറ്റിയുമായി ചിരിച്ചു നിൽക്കുന്ന, സോണിയാഗാന്ധി അങ്ങനെ വെളുക്കനെ ചിരിച്ച് നമ്മൾ ആരും കണ്ടിട്ടില്ല, അങ്ങനെ ചിരിക്കുന്ന ഒരു ദൃശ്യം AI ചിത്രം അദ്ദേഹം പാട്ടോടുകൂടി ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്തമില്ലേ? അപ്പോൾ അതിനും ഈ പറഞ്ഞ കേസില്ലേ? ഈ പറയുന്ന കലാപാഹനത്തിന് കേസ് എടുക്കേണ്ടതല്ലേ? അപ്പോൾ എന്താണ് അത്? ഇരട്ടത്താപ്പാണ്. വേറെയും ഇരട്ടത്താപ്പുകളുടെ കേസുകളുണ്ടല്ലോ. ഞാനടക്കമുള്ള വനിതാ മാധ്യമ പ്രവർത്തകരുടെ, സർക്കാരിന് വേണ്ടി കുഴലൂത്ത് നടത്താത്ത വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഏതൊക്കെ രൂപത്തിൽ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നു, ഏതൊക്കെ രൂപത്തിൽ അശ്ലീല ചിത്രങ്ങൾ വെച്ചിട്ട് ആക്രമിക്കുന്നു, കേസെടുത്തിട്ടുണ്ടോ? പരാതി പോയിട്ടില്ലേ? എത്ര കേസിൽ നടപടി ഉണ്ടായിട്ടില്ല. ഇനി പറയാം, ഇനിയുണ്ടല്ലോ വടകരയിലെ KK രമയ്ക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങൾ. അവർ പറഞ്ഞ് ഇനിയിപ്പോൾ കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധത്തിന് പിന്നാലെ രമയ്ക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങിയായിരുന്നു. ആസ്ഥാന വിധവയെന്നാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് വിശേഷിപ്പിച്ചത്, മറക്കരുത്. പിന്നെ 2018 ഫെബ്രുവരി 15 വടകരയും പരിസര പ്രദേശങ്ങളുണ്ടായ ആക്രമണങ്ങൾക്കെതിരെ പ്രതിപക്ഷം സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്തതിന് അശ്ലീല പരാമർശങ്ങൾ നടത്തി. 2020 ജൂൺ 12 TP വധക്കേസ് പ്രതി CPM നേതാവുമായ PK കുഞ്ഞനന്ദന്റെ മരണത്തിന് പിന്നാലെ TP ചന്ദ്രശേഖരനെ ഓർമ്മിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴും അതിന് താഴെയും വന്ന അശ്ലീലം വിളമ്പി. 2023 മാർച്ച് 18 നിയമസഭാ സംഘർഷത്തിൽ KK രമയ്ക്ക് പരിക്കേറ്റത് കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി. ഇത്
ഇതിലൊക്കെ തന്നെയും അവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ കേസെടുത്തോ? കേസും ഇല്ല, നടപടിയില്ല, ഒന്നുമില്ല. ഇനി വേറെയുണ്ടല്ലോ, CPM സൈബർ ഇടത്തിൽ നടത്തിയ ആക്രമണങ്ങളിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെതിരെ നടന്ന സൈബർ ആക്രമണം ഉണ്ടല്ലോ. റെയിൽ പദ്ധതിക്കെതിരെ എഴുതിയ കവി ഹേ കെ എന്ന് പറയുന്ന കവിത എഴുതിയ റഫീഖ് അഹമ്മദിനെതിരെ നടന്ന സൈബർ ആക്രമണം ഉണ്ടല്ലോ, കേസെടുത്തോ? വടകരയിൽ സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിലിനെതിരെ നടന്ന സൈബർ ആക്രമണം ഉണ്ടല്ലോ, കേസെടുത്തോ? പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. നമ്മൾ ആ കേസും അതിന് പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ പകുതിയായപ്പോഴേക്കും അത് നിന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ശ്രീനിവാസിന്റെ ഭൗതികദേഹം കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തതിന് ധ്യാൻ ശ്രീനിവാസിനത് ഏറ്റവും കൂടുതൽ നടന്നതാണ്. സൈബർ ആക്രമണം നടന്നല്ലോ, കേസെടുത്തോ? അങ്ങനെ ഇഷ്ടം പോലെ കേസുണ്ടെന്നേ. ഇവിടെ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രവർത്തകരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അശ്ലീല പരാമർശം നടത്തുന്ന സൈബർ വിങ്ങുണ്ട്. CPM സൈബർ പ്രവർത്തകരാണ്. കേസുണ്ടോ? കേസില്ല. ഇതിന് കേസ് എടുത്തിട്ടില്ല. അല്ല, ഞാൻ പറയട്ടെ, നമുക്കിപ്പോൾ ഈ 10 കൊല്ലമായി ഭരിക്കുന്ന സർക്കാർ എന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയുള്ള കേസുകൾ നമുക്ക് ചർച്ച ചെയ്യാമെന്നേ. അതിനി വരുമല്ലോ. ഇനി അടുത്ത ഭരണത്തിൽ അവർ ഇറങ്ങിയെടുക്കാം. ഇല്ല, ഈ 10 വർഷത്തിനിടെയാണ് സൈബർ പറയട്ടെ പ്ലീസ്. ഈ 10 വർഷത്തിനിടെയാണ് സൈബർ ഇടത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ശക്തമായതും ഈ തരത്തിൽ സൈബർ വിങ്ങുകളൊക്കെ ശക്തമായതും ഈ സമയത്താണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിജീവിതക്കെതിരെ പോസ്റ്റ് ഇട്ട വീഡിയോ ചെയ്ത ആളുകൾക്കെതിരെ ഉടനടി നടപടിയെടുത്തത്. കാണാതെ ഒരു മിനിറ്റ് അതാണ് പറഞ്ഞത്. അതായത് അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ പറയരുത്. ഞാൻ പറയും, അത് സുജയ്ക്ക് അഭിപ്രായം പറഞ്ഞു. അങ്ങനെ വേദനിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ അഭിപ്രായം പറയാം. ഞാൻ എന്റെ അഭിപ്രായം പറയാം. എന്റെ സമയമാണിത്. സംവാദത്തിന്റെ സമയം കഴിഞ്ഞു. ഇനി എന്റെ സമയമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ കേട്ടോ. അപ്പോൾ പിണറായി വിജയൻ കേസ് എടുക്കുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന കേസുകൾ വേഗം കേസെടുക്കും. അപ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രി രക്ഷകരായി വന്നിരിക്കുന്നു എന്ന രൂപത്തിൽ ഫോട്ടോകൾ പ്രചരിപ്പിക്കും. അത് വലിയ രീതിയിൽ സൈബർ ഇടത്തിൽ ആഘോഷിക്കും. ഇതൊക്കെ ഒരു വസ്തു കാണുന്നുണ്ട്. എന്നാൽ അതേ രൂപത്തിൽ പരാതികൾ നൽകുന്ന പലർക്കുമെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഈ പറഞ്ഞ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട കേസ് നേരത്തെ തന്നെ സുബ്രഹ്മണ്യൻ പറഞ്ഞതാണ്. പോലീസ് വളരെ സൗഹാർദ്ദപരമായി 6 മണിക്ക് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് മൊഴി എടുക്കലാണെന്ന് പറഞ്ഞു. അവിടെ ചായയൊക്കെ കൊടുത്തു. അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വരികയാണ്. കസ്റ്റഡിയിൽ എടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇത് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പോൾ ശരി, എന്നാൽ കസ്റ്റഡിയിൽ എടുക്കാം, ഞാൻ വണ്ടിയിൽ വന്നോളാം. അത് പറ്റില്ല. രണ്ടാമത്തെ കോൾ വരികയാണ്. അത് പറ്റില്ല, പോലീസ് വാഹനത്തിൽ വരണം എന്ന് പറയുന്നു. പോലീസ് വാഹനത്തിൽ പോവുകയാണ്. എടുത്ത വകുപ്പുകൾ അറിയാമല്ലോ. ഈ പറയുന്ന BNS 192, അതോടൊപ്പം തന്നെ 120A കേരള പോലീസ് ആക്ട്. ഇത് രണ്ടും ഇവിടെ നിൽക്കുന്ന കേസല്ല. നിയമവിദഗ്ധർ തന്നെ പറയുകയാണ്, വേണമെങ്കിൽ ഇത് സോമോട്ടെടുത്ത കേസാണ്. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് മാനനഷ്ട കേസ് കൊടുക്കാം. അതല്ലാതെ ഒരു തരത്തിൽ നിൽക്കുന്ന കേസല്ല. ഇനിയിപ്പോൾ ഈ കേസ് എടുത്തുകൊണ്ട് നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ രാഷ്ട്രീയമായി ഇത് കോൺഗ്രസിനാണ് ഗുണം ചെയ്യുക. കാരണം അവർക്കത് ഒരു വലിയ ആഘോഷമായി അവിടെ വീണ്ടും പോറ്റിയെ കയറ്റി പാട്ട് കേൾപ്പിക്കാനായി. ഈ പറയുന്ന ഈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ അവിടുത്തെ കോൺഗ്രസ് നേതാവ് അവിടെ പോലും അത്രത്തോളം ഇപ്പം അത്ര സജീവമല്ലാത്ത അല്ലെങ്കിൽ ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ഹീറോ ആയി വരുന്നു. അപ്പോൾ അതിനൊക്കെ വരുത്തുന്ന രീതിയിൽ പോലീസ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. പോലീസ് ഇത് സ്വമേധയാ എടുത്താണ് ഞാൻ കരുതുന്നില്ല. ഇതിനൊരു മുകളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശം ഈ പറഞ്ഞതുപോലെ ഭരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ, അവസാന മാസങ്ങളിലുള്ള വെപ്രാളമാണ് ഈ കാണുന്നത്. ഈ വെപ്രാളമാണ് ഈ കേസുകളും ഈ നടപടികളും. ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് ഇവിടുത്തെ മാധ്യമ ലോകമാണ്. അത് പ്രതികരിക്കേണ്ടതുണ്ട്. ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്ത കേസുകളടക്കം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊന്നും മറന്നു പോകാൻ പറ്റില്ല. ഇരട്ടത്താപ്പാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. ഇടവേളയ്ക്ക് ശേഷം ഒറ്റ കാര്യം പറയട്ടെ. ഈ ഷിബു ബേബി ജോൺ പുറത്തുവിട്ട ഫോട്ടോയിനകത്ത് ഒരു താടി വെച്ച ഒരാളുണ്ട്. ഈ താടി വെച്ച ആൾ തന്നെയാണ് ആരോടെ സോണിയാഗാന്ധിന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ചോദിച്ചാൽ പോലും ഇത് ആരാണെന്ന്. അല്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏത് ഷിബു ബേബി ജോണിന്റെ കൂടെ കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്ന താടി വെച്ച മന്ത്രി ആയിക്കോട്ടെ, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്ന ഈ ആള് തന്നെയാണ് ആരെ കൂടെ നിൽക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പറഞ്ഞ സോണിയാഗാന്ധിന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഇവരോട് തന്നെ ചോദിച്ചാൽ പോലും ഇത് ആരാണെന്ന്. അങ്ങനെയല്ല, ശ്രീ ആന്റോ, അങ്ങയെ കാണാൻ പല ആളുകളും നമുക്കറിയാൻ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യമായി മനസ്സിലാക്കൂ. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറഞ്ഞു പോലെ വന്ന് കണ്ട് ഈ പറഞ്ഞ ചരട് കെട്ടി പോകുന്ന ചിത്രമല്ല ഇത്. കൂടിയാലോചനയാണ്.
അല്ല ഇത് അല്ല, അല്ല അതിലൊരു സോണിയ ഫോട്ടോ, ഗാന്ധിന്റെ കൂടി അതിലൊരു ഫോട്ടോ, അതില് ഒരു ഫോട്ടോ അവിടെ ഇരുന്നുള്ള കൂടിയാലോചനയാണ്. ചരട് കെട്ടുന്ന ഫോട്ടോയുടെ കൂടെയുള്ളതല്ല. ഇത് കണ്ട ഉപഹാരം കൊടുക്കുന്നതാണ്. അതിനെന്താ? അതിനെന്താ? ഇതൊക്കെ അതിനെന്താ? സോണിയ ഗാന്ധിക്ക് ഉപഹാരം കൊടുക്കുന്ന ഫോട്ടോയിൽ കൂടെ സോണിയ നിൽക്കുന്ന ആള് ഗാന്ധിക്ക് തന്നെയാണ് കുഴപ്പമില്ലാത്ത കടകംപള്ളി അത് സോണിയ ഗാന്ധിക്ക് ആകാം. ആ ആളുടെ പേര് പറയാം. ഈ ചരട് സോണിയ ഗാന്ധിക്ക് ആകാം. അല്ല, സത്യമില്ലാതാകുന്നില്ല. സത്യം അത് തന്നെയാണ് പറയുന്നത്. അതാണ് സത്യം ആരാ ശബ്ദം ഉണ്ടാക്കുന്നത്? ദേവസ്വം മന്ത്രി ആരാ ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നത്? ദേവസ്വം മന്ത്രി ഏകപക്ഷീയമായി ശബ്ദം ഉണ്ടാക്കുന്ന മാഡമാണ്. നടത്തിയിരിക്കുന്ന ചർച്ചയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദേവസ്വം മന്ത്രി ഒരു വിമാനത്താവളത്തിന് പുറത്ത് പോറ്റുമായിട്ടിരുന്ന ചർച്ച അതിനേക്കാൾ വലിയ കാര്യം അതാദ്യം വിശദീകരിച്ചിട്ട് ഉപഹാരം ഫോട്ടോയാണ്. ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ അടൂർ പ്രകാശിനെ പിടിച്ച് അകത്തിടുന്നേ. അങ്ങനെയല്ല പോറ്റുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ച അല്ലല്ലോ പിണറായി വിജയൻ ഭരിക്കുന്നത്. അതെ, അതെ, അതെ. പിണറായി വിജയന്റെ അതെ, അതെ. അതാണ് കോടതി എന്ന് പറഞ്ഞത്. അതാണ് കോടതി പറഞ്ഞത്. കേസ് ഇഴഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഈ കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ നിന്ന ആള്, ഈ പറഞ്ഞ ഷിബു ബേബി ജോൺ പുറത്തു വിട്ട ആള് തന്നെയാണ് ഈ സോണിയാഗാന്ധിക്ക് ഉപഹാരം കൊടുക്കുന്നത്. ആ ആളാരാന്ന് പറഞ്ഞാൽ മതി. എന്താ ഉപഹാരം എന്നെങ്കിലും പറയൂ. അറ്റ്ലീസ്റ്റ് ഇത്രയും വലിയ പ്രശ്നമല്ലേ? സ്വർണ്ണാണോ? അല്ല, എന്താ അറിയില്ലല്ലോ. അല്ല, പറഞ്ഞിരുന്നെന്താ? ഇതിനെങ്ങാനും ശബരിമലയിൽ അല്ല, പറഞ്ഞിരുന്നെന്താണോ? കൊടുക്കുന്നത് അറിയില്ലല്ലോ. അറിയില്ല. അറിയില്ല. പറയ്. കോൺഗ്രസിന്റെ പറയണ്ടേ? കേട്ടോ, നോക്കിയേ, ഉണ്ണികൃഷ്ണൻ പേറ്റി പുറകിൽ നിൽക്കുന്നു, മുന്നിൽ ഈ പറയുന്നത് ആള് ഗോവർദ്ധനുണ്ടെന്നേ, നിൽക്കുന്നു. റോസ് ഉപഹാരം ചന്ദ്രയുടെ കൊടുക്കുന്നു. ഗോവർദ്ധനെ അത് കൊണ്ടാ മാത്രമല്ല, പോയത്. കഴിഞ്ഞില്ല. ഈ ആള് തന്നെയാണ് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ഇദ്ദേഹത്തെ കണ്ടു എന്ന് പറയുന്നത് വലിയ അപരാധവും, ഇവർ കൊണ്ടുപോയി ആരാണ് ഈ പറയുന്ന സോണിയാഗാന്ധി ഉപഹാരം കൊടുക്കുന്നത് അപരാധം അല്ലാതെ വാങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ശരി. കേസുകൾ ഇരട്ടത്താപ്പോ എന്ന ചോദ്യം യെസ് എന്ന് 2, നോ എന്ന് 2. Meet the editors.